ഇങ്ങനെ ഒരു സ്നേഹിതൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ. മാരകമായ രോഗത്തിനടിപ്പെട്ട് തനിക്കുള്ള സമ്പത്തൊക്കെയും നിങ്ങളെപ്പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ സമാഹരിച്ചു നൽകിയ ധനവും ചേർത്ത് ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, ഒത്തിരി ആശുപത്രികൾ കയറിയിറങ്ങി, പണം തീരുന്നതുവരെ ചികിത്സിച്ചിട്ടും ആഗ്രഹിച്ച വിടുതൽ കിട്ടാതെ പരാജയം സംബന്ധിച്ച് വീട്ടിലിരിക്കുന്ന രോഗിയായ സ്നേഹിതൻ, ആരെപ്പോലെ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന രക്തസ്രവക്കാരിയായ സ്ത്രീയെപ്പോലെ അവർ രോഗത്തിന് അടിമയായി രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി തനിക്കുള്ള സമ്പാദ്യവുമായി അവർ വിടുതൽ അന്വേഷിച്ചിറങ്ങുകയാണ്. ഏറിയ വൈദ്യന്മാരെ അവർ കണ്ടു. ആ വൈദ്യന്മാർ അവർക്കുള്ളത് മുഴുവൻ വാങ്ങിയെടുത്തു. അവർക്ക് വൈദ്യന്മാർക്ക് ആവശ്യമുള്ളത് കിട്ടി, എന്നാൽ ആ രോഗിയായ സ്ത്രീക്ക് ആവശ്യമുള്ളത് കിട്ടിയില്ല, സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ പരാജയം സംബന്ധിച്ച സ്ത്രീ അതുപോലെ നിരാശനായിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക്, നിങ്ങളുടെ സ്നേഹിതൻ്റെ അടുക്കലേക്ക് ഒരു വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് തങ്ങളുടെ പ്രതിനിധി അയക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ദയനീയമായ ഈ അവസ്ഥ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവർ ഒരു തീരുമാനമെടുത്ത് അതറിയിക്കുവാനാണ് അയച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ തങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഇദ്ദേഹത്തിന് സൗജന്യ സൗഖ്യം നൽകണം. അപ്പോൾ ഈ സന്തോഷ വർത്തമാനം പറയുവാൻ വേണ്ടി ഈ പ്രതിനിധി കടന്നു വന്നു. ഞാൻ ഇന്ന ഹോസ്പിറ്റലിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ രോഗിയായ നിങ്ങളുടെ സ്നേഹിതനോട് പറയുന്നു. അപ്പോൾ ഉടനെ ആ സ്നേഹിതനായ മനുഷ്യൻ പറഞ്ഞു, അതെ, ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി പേരെന്നോട് പറഞ്ഞതാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എനിക്ക് വരുവാൻ കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിക്കും. അവിടെ ഈ രോഗം ഒരു രോഗമേ അല്ല, അത്ര പെട്ടെന്ന് എനിക്ക് സുഖമായി തിരികെ വരാൻ പറ്റും. പക്ഷേ അന്ന് എനിക്ക് വരുവാൻ കഴിയാത്തത് എൻ്റെ കയ്യിൽ ഇത്രമാത്രമുള്ള പണമില്ലായിരുന്നു. നിങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ കോസ്റ്റ്ലിയാണ്, എനിക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ടിട്ട് ആ പ്രതിനിധി പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള കാര്യം ഇതാണ്, ഞങ്ങൾ നിങ്ങളെ ചികിത്സിക്കുവാൻ പോകുന്നതിന് ഫീസൊന്നും ആവശ്യമില്ല, സൗജന്യമാണ് ചികിത്സ. ആ മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സൗജന്യ ചികിത്സ വേണ്ട, എന്നെങ്കിലും ഞാൻ അധ്വാനിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള ഫീസ് തരുവാനുള്ളതാകുമ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ച് തിരികെ വരും. ആ പ്രതിനിധി പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്കതിന് കഴിയത്തില്ല. നിങ്ങളെപ്പോലുള്ള ഒരാളിന് ഇനി സമ്പാദിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുവാനോ വിടുതൽ പ്രാപിക്കുവാനോ കഴിയത്തില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഞങ്ങളുടെ സൗജന്യം സ്വീകരിക്കുക. ആ മനുഷ്യൻ പിന്നെയും പറഞ്ഞു, നിങ്ങളുടെ സ്നേഹിതൻ തന്നെ, ആ മനുഷ്യൻ പിന്നെയും പറഞ്ഞു, പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ സൗജന്യമൊന്നും ആവശ്യമില്ല. ആ സ്നേഹിതനെ, നിങ്ങളുടെ സ്നേഹിതനെ കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഇങ്ങനെ ഒരു മരമണ്ടൻ, ഇങ്ങനെ ഒരു വിഡ്ഢി, പല 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 പേരുകളിൽ നമ്മൾ പറയും. വിശ്വാസികളായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പേരുകളിൽ പലതും നിങ്ങളുടെ ആ സ്നേഹിതനെ നിങ്ങൾ വിളിക്കുവാൻ ഉദ്ദേശിച്ച പേരുകളിൽ പലതും കേൾക്കുവാൻ അർഹരാണ് ഞാനും നിങ്ങളും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റൽ നൽകുവാൻ എന്ന് പറഞ്ഞ ഉറപ്പായ സൗജന്യമായ രോഗസൗഖ്യവും ദൈവം കൃപയാൽ നൽകുന്ന വിടുതലുകളുമാണ്. എന്നാൽ നോക്കിയേ, ആ മനുഷ്യനെ പോലെ ഞാനും നിങ്ങളും പലപ്പോഴുമായി മാറാറുണ്ട്. നമ്മൾ പറയും, സൗജന്യമൊന്നും നമുക്ക് വേണ്ട, നമ്മൾ പലതും ചെയ്യും, ദൈവമേ നീ ഞങ്ങൾക്ക് വല്ലതും തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം പലതും ചെയ്ത് നിന്നെ അങ്ങ് ഇംപ്രസ് ചെയ്യിപ്പിക്കും, നിന്നെ ഞങ്ങൾ ഞെട്ടിപ്പിക്കും, അങ്ങനെ നീ ഞെട്ടിയിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധികളായി നമ്മൾ മാറിയിരിക്കുന്നു. ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതേക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൃപയും സൗജന്യമായി നൽകുന്ന, സൗജന്യമായി ഭക്തന് ലഭിക്കുന്ന കൃപയും ആ കൃപയിൽ നിന്ന് വീണുപോകുന്നവരും വീഴ്ത്തിക്കളയുന്നവരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പം ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊരുമിച്ചായിരിക്കുവാൻ നല്ലവനായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളമായി, സമൃദ്ധിയായി, സൗജന്യമായി കർത്താവ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ പ്രാപിച്ചെടുക്കുന്ന നല്ല ദിവസമായി ഈ ദിവസം മാറട്ടെ. നിങ്ങളുടെ മനോഭാവം മാറട്ടെ. പ്രതിഫലത്തിന് എന്ത് ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വാങ്ങുമെന്നുള്ള മനോഭാവത്തിന് മാറ്റം വരുന്ന സൗജന്യമായി ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന നല്ല ദിവസമായി, അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തന്നെ ഈ ദിവസം മാറട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുന്നുണ്ട്, അതേ, ചിലർ സൗജന്യമായി ദൈവത്തിൽ നിന്ന്
പലതും പ്രാപിക്കുവാൻ പോകുക. അതിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങി ദൈവസന്നിധിയിലായിരുന്നാട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും ഒപ്പം 16-ാമത്തേതും അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരുണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അപ്പോൾ ഒരു മുന്നറിയിപ്പാണ് എബ്രായ ലേഖനകർത്താവിലൂടെ എബ്രായ സഭ കേൾക്കുന്നത്. നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതേ മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽക്കാലം എനിക്കൊപ്പമായിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതർ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, എങ്ങനെയാണ് ദൈവദാസനെ ഞങ്ങൾ കൃപയിൽ നിന്ന് വീണു പോകുന്നത്? ആ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സംജാതമായി മാറും? ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ശരിയായ കാര്യത്തെ തെറ്റായി ചെയ്യിപ്പിച്ച് പിശാച് നമ്മെ കൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയും. നമ്മൾ ചില്ലറക്കാറില്ല, നമുക്ക് പല കഴിവുകളുമുണ്ട്. അങ്ങനെ ഒന്നും നമ്മളെ പറ്റിക്കുവാൻ, തെറ്റായ കാര്യങ്ങളെ ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പിശാചിന് കഴിയത്തില്ല പലപ്പോഴും. എന്നാൽ പിശാച് അതുകൊണ്ട് തന്നെ ശരിയായ കാര്യത്തെ തെറ്റായി ചെയ്യിപ്പിച്ച് നമ്മെ കൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയും. അപ്പോൾ എന്താ കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹിക്കാത്തവന് ദൈവം നൽകുന്ന ദാനമാണ് കൃപ. ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല. ദൈവം താൻ ദയാലുവായതുകൊണ്ട്, ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട്, അതേക്കാളുപരി അവൻ സ്നേഹമായതുകൊണ്ട് നമ്മെ സ്നേഹിച്ച് നമുക്ക് നൽകുന്ന ദാനമാണ് കൃപ. അപ്പോൾ എങ്ങനെയാണ് ഈ കൃപയിൽ നിന്ന് പിശാച് നമ്മെ വീഴ്ത്തുന്നത്? ശരിയായ കാര്യം എന്താ? ഞാനും നിങ്ങളും ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും യോഗ്യരാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ യോഗ്യരാണ്. എന്നാൽ ഈ യോഗ്യതയെ പിശാച് തെറ്റായി ചെയ്യിപ്പിക്കും. എന്താണ് യോഗ്യത? നമ്മുടെ യോഗ്യതയാണോ? അല്ല. പിന്നെയോ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രവൃത്തി കൊണ്ട് നമ്മെ യോഗ്യരാക്കി തീർത്തു. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല നമ്മൾ യോഗ്യരായി തീർന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ രോഗത്തിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾ അവകാശമാക്കുവാൻ പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത ആ ചെയ്ത്തിൻ്റെ മേന്മ കൊണ്ടല്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. വചനം പറയുന്നു, അവൻ്റെ അടിപ്പിന്നറിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട്, അല്ലാതെ നിങ്ങൾ ആ ക്രൂശുമെടുത്ത് തോട് ചാടി കടന്ന് മല കയറിയത് കൊണ്ടല്ല. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യം വരികയാണ്. ആമേൻ. ഇന്ന് നിങ്ങൾ ഏതൊക്കെ വിഷയത്തിന് മധ്യത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നുവോ, ഇപ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ പോകുന്നത് ഇന്നലകളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, പിന്നെയോ നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ചെയ്യേണ്ടതുപോലെ നല്ലവണ്ണം അവൻ ചെയ്തതുകൊണ്ട് ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. അപ്പോൾ പിശാച് എങ്ങനെയാണ് ഇതിനെ തെറ്റായി ചെയ്യിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ചെയ്ത്താണെന്ന് പിശാച് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അപ്പോൾ ആ ബോധ്യം ഉള്ളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ആ പരീക്ഷനെ പോലെ നമ്മളായിത്തീരും. ഏത് പരീക്ഷൻ? കർത്താവായ യേശു ക്രിസ്തു ഒരു പരീക്ഷനെയും ഒരു ചുങ്കക്കാരനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യം. അവിടെ നീതിമാനാണെന്ന് സ്വയം വിചാരിച്ച് കടന്നു വരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങോട്ട് ആലയത്തിലേക്ക് കടന്നു വരികയാണ്. ആലയത്തിൽ ആരുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ആ മനുഷ്യൻ കടന്നു വന്നു, ചുറ്റുപാട് നോക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തൊരു ചുങ്കക്കാരൻ നിൽക്കുന്നു. ഉടനെ മനുഷ്യൻ മുകളിലേക്ക് നോക്കി, ആ ദൈവമേ, നീ കാണുന്നല്ലോ, വേണ്ടേ ഒരു ചുങ്കക്കാരൻ നിൽക്കുന്നു. ഇവനെപ്പോലെയൊന്നും അല്ല. ഞാനൊക്കെ ആരോ ആണ്. ഞാൻ പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ആ വീട്ടിൽ ജനിച്ചതാണ്, എൻ്റെ അപ്പൻ ഇന്ന കാര്യങ്ങൾ പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ആ പള്ളിയുടെ സെക്രട്ടറി ഞാനാണ്, പാസ്റ്ററെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, എന്ത് പ്രസംഗിക്കണമെന്ന് പറയുന്നത് പോലും ഞാനാണ്, അത്രമാത്രം പേരും പെരുമയും പ്രശസ്തിയും അധികാരവും എനിക്കുണ്ട്. പരീക്ഷ അതൊന്നും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെയാ ഇന്ന് നമ്മിൽ പലരും പരീക്ഷന്മാരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്, അതും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ
തന്നെ താൻ ഉയർത്തി തൻ്റെ യോഗ്യതകളെ വിളിച്ചു പറയുകയാണ്. ആരുടെ യോഗ്യത? തൻ്റെ യോഗ്യതകളെ വിളിച്ചു പറയുകയാണ്. ആ മനുഷ്യനെ കുറിച്ച് താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും, ആ മനുഷ്യൻ വന്നതുപോലെ മടങ്ങിപ്പോയി. ആ മനുഷ്യൻ എങ്ങനെ വന്നോ, ഞാൻ പറയും പോക്ക് കെട്ടവനായി, ഗതി കെട്ടവനായി വന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവർ എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നതെന്ന് സ്വയം നീതിക്കാരെ കണ്ടാൽ നമുക്ക് ചോദിക്കുവാൻ കഴിയണം. എന്തിനെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളും അതുപോലെ സ്വയം നീതിക്കാരായി മാറും. ഏറ്റവും വലിയ ശാപം ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ്റെ പ്രവൃത്തികളെ വേണ്ട വിധത്തിൽ അംഗീകരിക്കുവാൻ കഴിയാത്തത്. അതാണ് ദൈവനിന്ദ. ആമേൻ. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വില കൊടുക്കുവാൻ കഴിയാത്തത് ദൈവനിന്ദ. അവൻ അങ്ങനെ മടങ്ങുമ്പോൾ വേറൊരുവൻ തലകുനിഞ്ഞ് കടന്നു വരുന്നു. അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ തലകുനിക്കുന്നു. ആ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് 14-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. ആരുടെ പ്രവൃത്തിയാൽ? അവനൊരു പ്രവൃത്തിയുമില്ല. അവൻ ചുങ്കക്കാരനാ, അവൻ ഏറ്റവും മോശപ്പെട്ടവനാ. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന പാപികളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെടേണ്ടവനാണ്, കൂട്ടുകൂടുവാൻ പോലും പാടില്ലാത്തവനാണ്. അങ്ങനെയുള്ളവൻ അവൻ നീതീകരിച്ചു മടങ്ങുന്നു. കർത്താവ് യേശു ക്രിസ്തു അവിടെ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ദൈവം ഉയർത്തും. എങ്ങനെയാ ആ താഴ്മ ഉണ്ടാകുന്നത്? കർത്താവേ, എൻ്റെ പ്രവൃത്തിയല്ല, എൻ്റെ കഴിവല്ല, നിൻ്റെ കഴിവിനാൽ ഞാൻ പ്രാപിക്കുവാൻ പോകുക. ഓ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, നീ ഇന്നലകളിൽ അത് ചെയ്തോ, ഇത് ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ, അത് ഭാര്യയും നാട്ടുകാരും വീട്ടുകാരും കണക്കെടുക്കും. എന്നാൽ ദൈവം കണക്കെടുക്കുന്നത് നിന്റെ പ്രവൃത്തിയല്ല. നിനക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ചെയ്ത ആ പ്രവൃത്തിയെ, ആ പ്രവൃത്തി മുഖാന്തരം ഇന്ന് പകലിൽ താഴ്ത്തുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. നീ താണുപോയ, താഴ്ച വന്നവനായി മാറിയ, നിന്റെ താഴ്ച കണ്ടവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോവുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി 2 വർഷം അടച്ചിട്ടതുകൊണ്ട്, പ്രശ്നങ്ങൾ ഒരുപാട് കടന്നു വന്നതുകൊണ്ട് ലോകം പറയും നീ അവസാനിച്ചു. അത് ഉള്ളിൽ വച്ചുകൊണ്ട് അവരുടെ പരീക്ഷ ബുദ്ധി പറഞ്ഞു തരും, നീ കുറ്റക്കാരനാണ്, നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പോരാ, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെയും ചെയ്തില്ല, ഒന്നും നീ ചെയ്തില്ല എന്നുള്ള തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്ക്. എനിക്കൊന്നിനും കഴിയത്തില്ല കർത്താവേ, നിന്നിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ഒന്നിനും വില തരുവാൻ എൻ്റെ പക്കലില്ല. ഒന്ന് താഴ്ത്ത്. ഓ സഹോദരി, ഒന്ന് താഴ്ത്ത്. നിന്റെ മിടുക്കുകൊണ്ടല്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ അങ്ങനെ സ്നേഹിച്ചു, എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിച്ചു, എൻ്റെ ഭർത്താവിന് വേണ്ടി അത് ചെയ്തു, ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോകാതെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിന്നു. ഞാനില്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കും? നീ വരുന്നുമ്പോൾ അവൻ ജീവിച്ചില്ലേ? അതൊക്കെ വിടന്നേ. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി മുഖാന്തരം നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കുവാൻ പോകുക, അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ആ വിടുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ തകർന്നു പോയത് പണിതുയർത്തപ്പെടുക യേശുവിൻ നാമത്തിൽ. നിന്റെ മിടുക്ക് കൊണ്ടല്ല, നീ 4 നേരം വച്ച് വിളമ്പി കൊടുത്തത് കൊണ്ടല്ല, ഏറ്റവും രുചികരമായി കൊടുത്തത് കൊണ്ടല്ല. അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലതെന്ന് പലരും പറയും. അതുകൊണ്ടല്ല. യേശു കാൽവരിയിൽ ചെയ്യേണ്ടത് മനോഹരമായി ചെയ്ത് പൂർത്തിയാക്കിയത് കൊണ്ട് ആ നിവർത്തിയാക്കപ്പെട്ടതിൻ്റെ ഫലം നിന്റെ കുടുംബജീവിതം അനുഭവിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതേ മാതാവേ, അതേ പിതാവേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, അതൊക്കെ പഠിപ്പിച്ച് അവിടെയൊക്കെ എത്തിച്ചത് കൊണ്ടല്ല. അതിലും അധികം പഠിച്ച എത്രയോ പേർ അങ്ങും ഇങ്ങും എത്താതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതേക്കുറിച്ചല്ലെന്നേ കർത്താവിന് പറയുവാനുള്ളത്. അവൻ കാൽവരി ക്രൂശിൽ ചെയ്തതിൻ്റെ ഫലം നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കുക. ശാപം മാറിയ തലമുറകളായി അവർ പുറത്തു വരുവാൻ പോവുക. വിശ്വസിക്ക്. കൂട്ടത്തിലുള്ള ആർക്കും പ്രാപിക്കുവാൻ കഴിയാത്ത നിങ്ങളുടെ തലമുറകൾ പ്രാപിക്കുവാൻ പോവുക. എവിടെ നിന്ന്? മലമുകളിൽ നിന്നല്ല, മഹത്വത്തിൽ നിന്നല്ല, പരാജയത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ഒന്നുമാകുവാൻ കഴിയാത്തവനായി പോയെന്ന് കരയുന്ന നിന്റെ തലമുറകളെക്കുറിച്ച് തന്നെ മാതാവേ വിശ്വസിക്കുക. നസറനായ യേശുവിനാൽ ആ പരാജയത്തിൻ്റെ താഴ്വരയിൽ നിന്ന് മഹത്വത്തിൻ്റെ മലയിലേക്ക് അവർ കയറി വരിക. വിടുതൽ അവർ അനുഭവിക്കുവാൻ പോവുക. നീ താഴ്ത്തുമെങ്കിൽ അവരെ ഉയർത്തുവാൻ എൻ്റെ ദൈവം തയ്യാറാണ്. ആമേൻ. ആരുടെ പ്രവൃത്തിയാ? ചുങ്കക്കാരൻ്റെ പ്രവൃത്തിയോ പരീശൻ്റെ പ്രവൃത്തിയോ അല്ല, യേശുവിൻ്റെ പ്രവൃത്തി. ചുങ്കക്കാരനറിയാം എന്നിൽ പ്രവൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തി അവൻ്റെ പ്രവൃത്തിയായി മാറി അവൻ നീതീകരിക്കപ്പെട്ടു. പരീശൻ പറയും എനിക്ക് പ്രവൃത്തിയുണ്ട്, അതുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തി അവൻ്റെ പ്രവൃത്തിയായി മാറിയില്ല, അവൻ നീതീകരിക്കപ്പെടാതെ മടങ്ങി. ഇനി ഇതേ കാര്യം തന്നെ. അപ്പോൾ പരീശൻ ഒന്നുമില്ലാത്തവനാണ്, അവൻ നീതീകരിക്കപ്പെട്ട് മടങ്ങി. ഇതേ കാര്യം തന്നെ പിശാച് തെറ്റായി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എങ്ങനെ?
എന്നെ കൊണ്ട് കഴിയത്തില്ലേ, എനിക്കതിനുള്ള കഴിവില്ലേ, ഞാനൊന്നുമില്ലാത്തവനാണ്, എനിക്കൊരു യോഗ്യതയുമില്ലേ. അതല്ലേ പിശാച് പറഞ്ഞു തരുന്നേ, അതല്ലേ സഹോദരാ. ഇനി പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ, എത്ര പേര്, നീ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്, അവരൊക്കെ എന്തുമാത്രം കഴിവുള്ളവരാ, അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവരെ സഹായിക്കുവാൻ ആളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നിന്നെക്കാളും യങ്ങാണ്, എനർജറ്റിക്കാണ്, കോമ്പീറ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അയ്യോ, ഒരു പ്രശ്നമൊന്നും വന്നാൽ അവർ വീഴത്തില്ല, ആരോഗ്യമുണ്ട്, അവർക്കൊന്നും പറ്റുന്നില്ല, പിന്നെയാ നിന്നെ കൊണ്ട്, അയ്യോ എനിക്ക് പറ്റത്തില്ലേ. അല്ലേ സഹോദരി, പക്ഷേ അതല്ലേ പറഞ്ഞു തരുന്നേ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലടി, ഇങ്ങനെ ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കുവാൻ നിനക്ക് പറ്റത്തില്ല. അയ്യോ ശരിയാണ് കർത്താവേ, എൻ്റെ ഭർത്താവ് അത്യുന്നതനും ഞാൻ പാപിയുമാണ്, എനിക്ക് യോഗ്യതയില്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാമേ. കരഞ്ഞ് 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 പിശാച് കരയിപ്പിക്കുക. ഈ മക്കളുടെ അമ്മയായിരിക്കുവാൻ എൻ്റെ മക്കൾ ഉയർന്ന നിലയിലായി നീ, അതുകൊണ്ട് നീ അമ്മയല്ലാതാവുമോ, അപ്പനല്ലാതാവുമോ? നിന്നെ അയോഗ്യനാക്കി മാറ്റുന്ന പിശാചിൻ്റെ തന്ത്രം ഇന്ന് പലരും അത് പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ. നിങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച്, നിങ്ങളുടെ പരിമിതികളെ പറഞ്ഞ് നിങ്ങൾ കഴിവില്ലാത്തവരാണ്, നിങ്ങൾക്ക് പറ്റത്തില്ല. എടാ കുഞ്ഞ്, അവരോട് പോയി പണി നോക്കാൻ പറയുന്നേ. നിന്റെ കഴിവ് തീരുമാനിക്കുന്ന നാട്ടിൽ കിടക്കുന്നവരാണോ? ആമേൻ. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവൻ പറയും, നിന്റെ യോഗ്യത കൊണ്ടല്ല, കൃപയാൽ നിന്നെ ഞാൻ മാനിക്കുവാൻ പോവുക. കുഞ്ഞെ, നിന്നോട് തന്നെ, നിന്റെ യോഗ്യത കൊണ്ടല്ല, കൃപയാൽ. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകൾ കൃപയാൽ വിടുവിക്കപ്പെടുവാൻ പോവുക. അവരുടെ യോഗ്യത നോക്കിയിട്ടല്ല, യേശുവിൻ നാമത്തിൽ. വെറും വാക്കല്ലെന്നേ, ആർക്കും വേണ്ടാതെ ഒഴിവാക്കപ്പെട്ടവനായി കാനന മധ്യത്തിൽ അലഞ്ഞ ഇടയ ചെറുക്കനെ, ദാവീദിനെ തന്നെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുത്തിയ ദൈവം കൃപയാൽ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ പോകുക. ആമേൻ. കൃപയാൽ, യോഗ്യത കൊണ്ടല്ല സഹോദര, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് യോഗ്യത കൊണ്ടല്ല, കൃപയാൽ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുക യേശുവിൻ നാമത്തിൽ. എൻ്റെ ദൈവത്തിൻ്റെ കഴിവ് കൊണ്ടാ. ആമേൻ. നിന്റെ കഴിവ് കൊണ്ടല്ല, നീ യോഗ്യനല്ല. നിനക്ക് കഴിയത്തില്ല, എൻ്റെ കർത്താവിന് കഴിയും. സഹോദരി, നിനക്ക് പറ്റത്തില്ല, പക്ഷെ എൻ്റെ കർത്താവിന് പറ്റും. മാതാവേ, ആ രോഗത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഡോക്ടർമാർക്ക് പറ്റത്തില്ല, മരുന്നിന് പറ്റത്തില്ല, എന്നാൽ എൻ്റെ കർത്താവിന് പറ്റും. ഇപ്പോൾ ആ സൗഖ്യം നീ അനുഭവിക്കുക യേശുവിൻ നാമത്തിൽ. അയോഗ്യത കൽപ്പിച്ചു നിന്നെ മാറ്റി നിർത്തുന്നവർ. അത് നോക്കിയേ, ദാവീദിനെ സഹോദരന്മാർ മാറ്റി നിർത്തി, മാതാപിതാക്കൾ മറന്നതുപോലെയായി. പക്ഷെ ദൈവം അവനൊപ്പം ആരുണ്ടെന്ന് നോക്കാതെ അവനൊപ്പം നിന്നു, അവനെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചു. യോഗ്യത നോക്കി നാട്ടുകാരും വീട്ടുകാരും കൂടപ്പിറപ്പുകളും ഒപ്പമുള്ളവരും, എന്തിന് ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, അമ്മയപ്പന്മാർ വരെ കൂടെ നിൽക്കുമ്പോൾ ദൈവം നിന്റെ യോഗ്യത നോക്കാതെ നിന്നോട് കൂടെ നിൽക്കും. നീ ഒന്നുമല്ലാതിരിക്കുമ്പോൾ, അയ്യോ എത്ര സന്തോഷത്തോടെ ആയി കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതെന്നറിയാമോ? ഒന്നുമല്ലാതിരിക്കുമ്പോൾ, ആരുമില്ലാതിരുന്ന സമയത്ത്, ആർക്കും വേണ്ടാതിരുന്ന സമയത്ത്, വീട്ടിനകത്ത് മഴ സമയത്ത് കയറി വരുന്ന വണ്ടുണ്ടല്ലോ, നമ്മൾ എന്തുമാത്രം അത് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ചിലർക്ക് പേടി, ചിലർക്ക് അയ്യോ അറിയത്തില്ല, മറ്റേ കൊമ്പൻ ചില്ലി കൈ കൊണ്ടൊന്നും എടുത്ത് കളയത്തില്ല, നീളമുള്ള ചൂലോ എന്തെങ്കിലും കൊണ്ട് കിണ്ടി എടുത്ത് കളയും. അതുപോലെ ആർക്കും വേണ്ടാതെ എടുത്ത് കളഞ്ഞവനാ. ദാവീദിനെ കുറിച്ചല്ല, എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. എല്ലാവരും യോഗ്യത നോക്കി, പേരും പെരുമയും നോക്കി തള്ളിക്കളഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്നെ നോക്കി, ആർക്കും വേണ്ടാത്ത എന്നെ നോക്കി. അതുകൊണ്ട് ആർക്കും വേണ്ടാത്ത നിങ്ങൾ ഒത്തിരി പേർക്ക് ആശ്വാസമായി, അനേകർക്ക് വേണമെന്നുള്ളവരാക്കി നിങ്ങളെ മാറ്റുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതെ, ആ ദൈവം ആർക്കും വേണ്ടാത്ത, ആർക്കും വേണ്ടാതിരുന്ന എന്നെ മാറ്റിയ ദൈവം, ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമുള്ളവനാക്കി മാറ്റിയ ദൈവം നിങ്ങളെയും അവിധത്തിൽ മാറ്റുവാൻ പോവുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ മാറ്റുവാൻ പോവുക. ഇതിന് അടുത്ത ഏറ്റവും വലിയ പരിതാപകരമായൊരു അവസ്ഥ അതുകൂടെ പറഞ്ഞ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കൃപയിൽ നിന്ന് വീണു പോവുക, അതിൻ്റെ ദുരവസ്ഥ, അതേക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി കൃപ ലഭിച്ച ഒരുവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കൃപ ലഭിച്ചവൻ്റെ പേര് യേശാവെന്നാണ്. എന്താണ് യേശാവിൻ്റെ കൃപ? ഇവൻ വല്ലതും ചെയ്തിട്ടാണോ ജ്യേഷ്ഠാവകാശം അവന് കിട്ടിയത്? അല്ല, ഒന്നും ചെയ്തില്ല. ദൈവം അവനെ അത്രമാത്രം സ്നേഹിച്ചു. ഒരു യോഗ്യതയുമില്ലാത്ത ഒരുത്തൻ, അവനെ യോഗ്യതയില്ലാത്ത അവസ്ഥ, അത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ?
അവനവനുള്ളതിനെ സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്തത് തന്നെയാണ് ഏറ്റവും പരിതാപകരമായ ഗതികെട്ട അവസ്ഥ. നിങ്ങൾക്ക് പലതുമുണ്ട്, പലതിനെ ചൊല്ലിയും നിരാശപ്പെട്ടും ഭാരപ്പെട്ടും പരിതപിച്ചും ഉള്ളതിനെ നഷ്ടപ്പെടുത്തി കളയരുതേ. അതൊരു ഗതികെട്ട അവസ്ഥയാണ്. ഈ ചെക്കൻ ഏശാവ് അവരൊരു ഗതികെട്ടവനാ. അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം അവന് ജ്യേഷ്ഠാവകാശം കൊടുത്തു. ആ ജ്യേഷ്ഠാവകാശം ഇസഹാക്കിന്റെ സകല അനുഗ്രഹങ്ങളെ ഹോൾഡ് ചെയ്യുവാനുള്ള പവർ അവന് നൽകി. അമ്മേൻ ഒന്ന് നോക്കി, ഇത്ര വലിയവനാ ദൈവം. പക്ഷേ അവൻ ആ കൃപയിൽ നിന്ന് വീണുപോയി. അല്പം പായസത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. പ്രിയരെ, പലരും ഇന്ന് കൃപയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക. പലതും ചെയ്ത് പല നിലകളിൽ ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന വല്ലതിനും വേണ്ടി ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയരുതേ. ലോകത്തിൻ്റെ വാക്ക് കേട്ട്, മനുഷ്യൻ്റെ വാക്ക് കേട്ട് കൃപയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. എന്നാൽ അപ്പുറത്തൊരുത്തൻ, അവനെക്കുറിച്ച് പറയുവാൻ വാക്കുകളിൽ ഉപായി, കള്ളൻ, ചതിയൻ, വഞ്ചകൻ, ഇതിനപ്പുറം എന്ത് വാക്കാണ് യാക്കോബിനെ കുറിച്ച് പറയുവാനുള്ളത്? അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നന്മയ്ക്ക് വേണ്ടി പിടിവലിയ. അവൻ വിടുന്നില്ല. അവൻ പറയുക, എനിക്ക് വേണം. എന്താണ് നിനക്ക് യോഗ്യത? നീ ജ്യേഷ്ഠനല്ലല്ലോ, പിന്നെ എന്താ നിനക്ക് ജ്യേഷ്ഠാവകാശത്തിനോട് ഇത്ര വലിയ പിടി? അതില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചങ്ങ് പോയാൽ പോലെ. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? നിന്റെ മക്കളെ നിനക്ക് പറ്റും പോലെ നിന്റെ ആ ഒരു സാഹചര്യം അനുസരിച്ചൊക്കെ, അല്ലാതെ കൂടുതലൊന്നും ആഗ്രഹിക്കരുത്. അയ്യോ, അങ്ങനെ ഒരു ഭർത്താവിന് വേണ്ടി അവളെ മോളെയും വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൻ ആ ജോലി കിട്ടിയാലേ പോകത്തുള്ളൂ, അല്ലേ? ദൂരം തവണ കേൾക്കുന്നതാ. പക്ഷെ യാക്കോബ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് തന്നെ പിടിയോട് പിടിയാ. യാക്കോബ് പറയും, ഇത് കിട്ടുന്നത് സ്ഥാനം നോക്കിയോ യോഗ്യത നോക്കിയോ അർഹത നോക്കിയിട്ടോ അല്ല, ഇത് അർഹിക്കാത്ത സ്ഥാനത്ത് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി പിടിവലി കൂടിക്കൊണ്ടേയിരിക്കും. അവൻ മറ്റൊന്നും ചിന്തിക്കുന്നതേയില്ല. ആ ദാനം, അർഹിക്കാത്ത സ്ഥാനത്ത് ഭക്തന് ലഭിക്കുന്ന ദാനം, അതിനുവേണ്ടി പിടിവലി കൂടുക. ആമേൻ. മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, പോയി പണി നോക്കാൻ പറ. എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, ഞാൻ മാനിക്കപ്പെടണം, എന്നിലൂടെ ദൈവത്തിൻ്റെ നാമം ദേശത്തിൽ ഉയരണം. ആമേൻ. അയ്യോ, പിടിവലി കൂടുക. എവിടെ? യാക്കോബ് യാബോക്കിന്റെ കടവിൽ വലിയ മൽപ്പിടുത്തമാണ്, വിടുന്നില്ല. ആമേൻ. എങ്ങനെ വിടാതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ വിടാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തോരം വിട്ടിയാ യാക്കോബെന്ന്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പഴയ നിയമവും പറയുന്നു, പുതിയ നിയമവും പറയുന്നു. പിന്നെ അതാണ്ടേ ഇവിടെ ഒരുത്തം കിടന്ന് മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചിലർ പറയും ദൂതനാണെന്ന്. പക്ഷെ യാക്കോബ് പറയുന്നത്, ഞാൻ ദൈവത്തെ കണ്ടിട്ട് മരിച്ചു പോയില്ലെന്ന്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം വായിച്ചു നോക്കി. ഞാൻ പറയും, കൃപ ലഭിച്ചവൻ ആരും കാണാത്തത് കാണും. കൃപ ലഭിച്ചവൻ ആരും കാണാത്തത് കാണും. എന്നെ കേൾക്കുന്ന കൃപ ലഭിച്ച ചിലർ ആരും കാണാത്തത് കാണുവാൻ പോകുക, ആരും അനുഭവിച്ചിട്ടില്ലാത്തത് അനുഭവിക്കുവാൻ പോകുക. ആരും കണ്ടിട്ടില്ലെന്നേ. സാക്ഷികൾ ഒത്തിരി ഉണ്ട്, ആരും കണ്ടിട്ടില്ല. പക്ഷേ യാക്കോബ് പറയാ, ഞാൻ കണ്ടു. അതേ സഹോദര, നീ കാണുവാൻ പോകുക. ആരും കണ്ടിട്ടില്ലാത്തത് നീ കാണുവാൻ പോകുക. ആമേൻ. തിയോളജിയൊക്കെ മാറ്റിവെക്ക്, അതിലൊന്നും പറ്റത്തില്ല. തിയോളജിയന്മാരൊക്കെ പറയും, പണ്ഡിതന്മാരൊക്കെ പറയും, അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, ഇതൊന്നുമല്ല കാര്യം, ഇതിലും അപ്പുറം. പക്ഷെ നീ കാണുവാൻ പോകുക. മല്ല് പിടിക്കുന്ന നീ, സഹോദരി, മല്ല് പിടിക്കുന്ന നീ കാണുവാൻ പോകുക. മാതാവേ, പിതാവേ, മല്ല് പിടിക്കുന്ന നിങ്ങൾ കാണുവാൻ പോകുക. അമ്മേൻ. ആരും കണ്ടിട്ടില്ലാത്ത ചിലത് ഈ ബാധ്യതയിൽ നിന്ന് ഒരിക്കലും പുറത്തു വരത്തില്ല. പറഞ്ഞവർ വരത്തില്ലായിരിക്കാം, അവരുടെ എക്സ്പീരിയൻസ് അതാ. പക്ഷെ നിന്റെ എക്സ്പീരിയൻസ് വേറെയാ. ആമേൻ. അതേന്നേ സഹോദര, സഹോദരി, നിങ്ങളുടെ എക്സ്പീരിയൻസ് വേറെയാ. കാരണം നിങ്ങൾ കൃപയില്ല. യേശുവിൻ നാമത്തിൽ ആ കൃപ നീ കാണത്തില്ല എന്ന് ലോകം പറയുന്ന ചിലതിനെ നിന്നെ കാണിക്കുക. യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ വീട്ടിൻ്റെ പണി പൂർത്തിയായി കാണത്തില്ല. അയ്യോ, നീ കാണും.
അതിനകത്ത് താമസിക്കും. ആ സന്തോഷത്തിൽ പങ്കുചേരും. നിങ്ങളുടെ മക്കളുടെ ആ സന്തോഷത്തിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരയാ വരുന്നതെന്ന് പരാതി പറയുന്നില്ലേ? യേശു നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ്. കാണുകയാ മാതാവേ, തലമുറകളുടെ നന്മ കണ്ട് ആ നന്മയിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ പോവുക. അപ്പോൾ കൃപയിൽ നിന്ന് വീണു പോകുന്നവൻ്റെ പരിതാപകരമായ അവസ്ഥ കൂടെ പറയട്ടെ. അവൻ അപ്പൻ്റെ അടുത്ത് പോയി കെഞ്ചുക, അപ്പാ ഇനി വല്ലതും ഉണ്ടോ? അപ്പം പറയാം, പോടാ പോവും, എല്ലാം അവൻ കൊണ്ടുപോയി. ആമേൻ. എല്ലാം യാക്കോബ് കൊണ്ടുപോയി. എല്ലാം യാക്കോബ് കൊണ്ടുപോയി. വീണ് കെഞ്ചുവാനുള്ള ഇടവരുത്തരുതേ. കൃപയിൽ നിൽക്ക്. നിങ്ങളുടെ യോഗ്യത അല്ലെന്ന്, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമല്ല, കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ ചെയ്തു പൂർത്തിയാക്കിയ നല്ലവണ്ണം ചെയ്യാനുള്ളവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുക. ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. ആ പ്രവൃത്തി ഏറ്റെടുക്കുക. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കാൽവരിയിൽ ക്രൂശുമായി നടന്നു. അതെൻ്റെ പ്രവൃത്തി, എൻ്റെ നീതി പ്രവൃത്തി. അത് മുഖാന്തരം ഞാൻ നീതിമാനാണ്. ഞാൻ പ്രാർത്ഥിക്കും. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേൾക്കുന്ന ദൈവം എനിക്ക് മറുപടി തരും. യേശുവിൻ നാമത്തിൽ കൃപ. സ്തോത്രം. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ പരിചയക്കാരായവരെ കൂട്ടിവരുത്തുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇന്നലകളെ നോക്കി നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളുടെ അയൽക്കാരങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടുകാരങ്ങനെയാണ്, ഇന്ത്യ ഭരിക്കുന്ന ആൾ അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. മറിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നവരുമാക്കി നിങ്ങളെ മാറ്റുവാൻ ഞങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തും. അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളും അതിനായി ഒരുങ്ങുക. അനേകരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുവാൻ നിങ്ങളെ ഈ കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ. കണ്ണടച്ചു. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഇപ്പോൾ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പലതും ചെയ്തു, വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. കുറച്ചുകൂടെ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ, അതുകൂടെ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ എനിക്കിന്ന് ഈ കഷ്ടത വരത്തില്ലായിരുന്നു. വിട്ടുമാറട്ടെ ആ പിശാചിൻ്റെ തന്ത്രം, കൃപയിൽ നിന്ന് വീഴ്ത്തുന്ന തന്ത്രം വിട്ടുമാറട്ടെ. യോഗ്യതകളൊന്നുമില്ലാതിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ ഒരു സാധ്യതയുമില്ലാതിരിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ജോലി സംബന്ധമായി വീണുപോകുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഉറച്ചു നിൽക്കട്ടെ. തൊഴിൽ സംബന്ധമായ സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സ്തോത്രം. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. ജോലി സംബന്ധമായ സകല ബുദ്ധിമുട്ടും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. കാത്തിരിക്കുന്നവർ ജോലികൾ പ്രവേശിക്കട്ടെ. ഇപ്പോൾ തന്നെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവർ ജോലികളിൽ പ്രവേശിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. സ്തോത്രം. ആശുപത്രിയിൽ പോകുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ട രക്തത്താൽ സൗഖ്യം അനുഭവിക്കട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. മദ്യപാന വെറിക്കൂത്തുകളിൽ നിന്ന്, വ്യഭിചാര ചിന്തകളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്ന്, കോണ്ടാക്റ്റുകൾ, ദൈവഹിതമല്ലാത്ത കുടുംബത്തിനകത്ത് കലക്കവും കഠിനതയും നിരാശയും ഉണ്ടാക്കുന്ന കോണ്ടാക്റ്റുകൾ വിട്ടുമാറട്ടെ. ചില നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്ന അനുഭവത്തിലേക്ക് ചില വ്യക്തികൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ മാതാവേ, മക്കൾക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഏറ്റവും നല്ലത് ഭാവിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യോഗ്യതകൾക്കപ്പുറമായത് കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ വർദ്ധിച്ചു വരട്ടെ. കുടുംബജീവിതത്തിന് വിരോധമായി കുടുംബങ്ങൾക്കകത്ത് നിന്ന് കളിക്കുന്ന വ്യക്തികൾ, അവരുടെ ഇടപാടുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സമാധാനവും സന്തോഷവുമില്ലാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ തിരികെ വരട്ടെ. ബാധ്യതകൾ മാറട്ടെ. ദാരിദ്ര്യം മാറട്ടെ. യേശുവിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സ്ട്രെസ്സുകൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി എഴുന്നേൽപ്പിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം അനുവദിച്ചാൽ വീണ്ടും ഒരുമിച്ച് കാണുമ്പോഴേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.